എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു സ്ഥലം കാണാനായിട്ടാണ്. അപ്പോൾ 2 വീലറിലാണ് പോകുന്നത്. രാവിലെ മാത്രം പോയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വെളുപ്പിനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. നേരം വെളുത്ത് തുടങ്ങി. ഇത്രയും കൂടെ നേരത്തെ പോകേണ്ടതായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഇവിടെ കുറേ പേർക്ക് അറിയാവുന്ന സ്ഥലമാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഞങ്ങൾ രാവിലെ തന്നെ പോകും. നല്ല തണുപ്പുണ്ടായിരുന്നു. മഞ്ഞുള്ള സമയമാണ്. രാവിലത്തെ അവിടുത്തെ ഒരു വ്യൂ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വ്യൂ ഒക്കെ കാണുന്നത്. ഈ സമയത്തൊന്നും ഞാൻ എണീക്കാറില്ല. അങ്ങനെ ഇതുവഴിയാണ് ഞങ്ങൾ പോകുന്നത്. വണ്ടിയൊന്നുമില്ല റോഡിൽ. രാവിലെ തന്നെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ നല്ല രസമാണ്. അത് നല്ല തണുപ്പുള്ള സമയത്ത്. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷെ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് എവിടെ പോയാലും അങ്ങനെയാണ്, കുറച്ച് താമസിക്കും. അങ്ങനെ ഇതും താമസിച്ചു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ആ വ്യൂ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റി. ഇത് പോകുന്ന വഴിയാണ്. ക്യാമറയിൽ കാണാൻ നേരത്ത് ഇത്തിരി വെട്ടമൊക്കെ തോന്നും, പക്ഷെ ഇരുട്ടായിരുന്നു കേട്ടോ. നല്ല ഇരുട്ടായിരുന്നു. ആ മരത്തിൻ്റെയൊക്കെ ഇടയിലോട്ട് ഇങ്ങനെ പോകാനായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. റോഡിൻ്റെയൊക്കെ പണി നടക്കുന്നതാണ്. ഇടയ്ക്ക് കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏതാ സ്ഥലമെന്ന്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ആ പുക പോലെ വന്നിരിക്കുന്നത് അത് മഞ്ഞാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. ഞങ്ങളിവിടെ വന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ച സ്ഥലമായിരുന്നു. അങ്ങനെ അവസാനം അവിടെ പോകാൻ പറ്റി. ഇവിടെ മാത്രമല്ല, വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. പോണ വഴിയാണിത്. ഇവിടെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്. ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ കുറേ എടുത്തു. അതിനുശേഷം പിന്നെ വണ്ടിയിൽ കയറി ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് പോവുകയാണ്. നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പോണ വഴിയൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടെയൊക്കെ കുറേ പേര് ഇങ്ങനെ നടക്കാനും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ല സ്പോട്ടാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോയിൽ കാണുന്നത് നല്ലത് നേരിട്ട് കാണാനായിട്ടാണ്. ഇവിടെ കാക്കനാട് ഭാഗത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സൂര്യനെ കുതിച്ച് വരുന്നേ ഉള്ളൂ. ആ സമയത്തുള്ള ആ വ്യൂ കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും അതിലും നന്നായിട്ട്, അവിടെ കണ്ടതിന് നന്നായിട്ട് ഇങ്ങനെ മഞ്ഞ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. സേതുലിറ്റും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ്. കൂടുതൽ അറിയാൻ പാടില്ലാത്തവരൊക്കെ ഒന്ന് വന്ന് കാണുന്നത് നല്ലതായിരിക്കും. മിസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ അകത്തോട്ടൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. നല്ല ചെളിയും വെള്ളമൊക്കെ ആയിരുന്നു. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ നല്ല വ്യൂ ആയിരിക്കും രാവിലെ.
ഫോണിലേക്ക് നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ പോകാൻ ഉദ്ദേശിച്ച സ്പോട്ട് എത്തി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സ്പോട്ട്. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു പാടം പോലെയാണ്. നല്ല രസമാണ്. ഇവിടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കുറേ ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. കുറേ ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന സമയമാണ്. ഈ സമയത്തുകൊണ്ട് അധികം തിരക്കില്ല. ഞങ്ങളൊരു ഇട ദിവസമാണ് വന്നത്, അതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും സ്പോട്ട്. അപ്പോൾ ഞങ്ങളവിടെ എത്തി, വണ്ടിയൊക്കെ കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്തു. ഇതടുത്ത് തന്നെ കണ്ട ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. കാണാനായിട്ടൊരു കപ്പൽ പോലെയൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് കപ്പലാണെന്നാണ്, പക്ഷെ അടുത്ത് നോക്കിയപ്പോഴാണ് അതൊരു ബിൽഡിംഗ് ആണെന്ന് മനസ്സിലായത്. ഇവിടെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ആ പാടം. ആ പാലം കയറി അപ്പുറത്തോട്ട് നമുക്കിനി പോകാനുണ്ട്. അപ്പം അങ്ങോട്ട് രണ്ട് വഴിയായിട്ടാണ് ഉള്ളത്. ഒന്നാ കാറ് കിടന്ന് വെച്ചാൽ ആ സ്ഥലമാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ കടയുണ്ടല്ലോ, സൈഡിലൊരു കടയുണ്ട്. ആ കടയുടെ സൈഡിൽ അകത്തൂടെ ഇങ്ങനെ കയറി പോവാം. ഞങ്ങൾ അതിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ആ വഴി. പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ട്. രാത്രിയൊക്കെ ഇവിടെ വരാനായിട്ട് നല്ല രസമായിരിക്കും കടയിൽ. ഇതുവഴിയാണ് നമ്മൾ പാലം കയറേണ്ടത്. അപ്പോൾ പാലത്തിൽ കയറിയിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. ആ വെള്ളത്തിന് മുകളിലായിട്ട് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതും, അപ്പോൾ വെള്ളത്തിൽ ആ സൂര്യൻ്റെ ഫോട്ടോ ഇങ്ങനെ കാണാൻ പറ്റും. ആ പ്രതിബിംബം നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളൊരു ഫ്രെയിമിൽ ഇങ്ങനെ കാണുമല്ലേ, പണ്ടത്തെ ഫ്രെയിമിലൊക്കെ കാണുന്ന അതേ വ്യൂ ആണ്. കണ്ടോ, നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവില്ലേ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ സ്ഥലം. ദൂരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ കാക്കനാടായിട്ടാണ് വരുന്നത്. വണ്ടർലയുടെയൊക്കെ അടുത്തായിട്ട് വരും. സൂപ്പർ വ്യൂ ആണ്. നല്ല ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു ആ സമയത്ത്. ഡിസംബർ ജനുവരി ആ ടൈമിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഈ വ്യൂ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, നടക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ആ അറ്റം വരെ പോകാൻ പറ്റും നമുക്ക്. പക്ഷെ ഞങ്ങൾ അവിടെ വരെ ഒന്നും പോയില്ല. അങ്ങനെ ഞങ്ങൾ പാലത്തിൽ കൂടെ അപ്പുറത്തോട്ട് നിന്ന് കിടക്കുകയാണ്. പോണ വഴിക്ക് കുറേ ചേട്ടന്മാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളായിട്ട് അവരുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതിരിക്കാൻ. അവരെന്തോ റീലൊക്കെ എടുത്തോണ്ടിരിക്കണമായിരുന്നു. കണ്ടോ, അവിടുത്തെ വ്യൂ കാണാൻ സൂപ്പർ സാധനമാണ് കേട്ടോ. അതിൻ്റെ അറ്റത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടറിലേക്ക് കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ കോഴി പോലെ നിൽക്കുന്നുണ്ടോ, അവിടെയാണ്. നന്നായിട്ട് സൂം ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുക പോലെയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. താഴത്തോട്ട് ഇറങ്ങി ചെല്ലണം. അപ്പോൾ നമ്മളിങ്ങനെ എത്തി. ഇവിടെ കുറേ പേരിങ്ങനെ നടക്കാനായിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ചൂണ്ടയിടാനും നടക്കാനും ഒക്കെ വരുന്ന വഴിയാണ്.
ഇവിടെ ആളും ബഹളം ഒന്നും അധികം ഇല്ല. നല്ല കാമായിട്ടുള്ള സ്ഥലമാണ്. അധികം സൗണ്ടൊന്നും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടത്. ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പർ വ്യൂ ആണ്. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇവിടുന്ന്. പിന്നെ ഒരു പ്രാവശ്യം കൂടെ പോകണമെന്നുണ്ട് ഞങ്ങൾക്ക്. അന്ന് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് അവിടുത്തെ ഫുൾ വ്യൂ വരുന്നത്. ഇതാണ് അങ്ങ് അപ്പുറത്തോട്ടുള്ള വഴി. ഇവിടെ കൂടെ ദൂരെ അങ്ങോട്ട് നടക്കാൻ പറ്റും കേട്ടോ, അറ്റം വരെ നടക്കാൻ പറ്റും. ഞങ്ങൾ പക്ഷെ കുറച്ച് നേരം പോയുള്ളൂ. ഒരു ചേട്ടന് നടക്കാനായിട്ട് വന്നതാണ്. ദിവസം വരുന്ന ആളാണെന്ന് തോന്നുന്നു അവിടെ. കണ്ടോ, അതാണ് വണ്ടർല. നല്ല സൂം ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. ഈ പുകയൊക്കെ മാറി കഴിയുമ്പോഴേ നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് തണുപ്പും ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇങ്ങനെ നടന്നു. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനമാണ് നമുക്ക് വരുന്നത്. ഒരധികം ആളനൊക്കെ ഒന്നുമില്ല, നല്ല സൗണ്ടൊന്നുമില്ല. ഞങ്ങൾ തിരിച്ചിട്ട് നടന്നു ഇവിടുന്ന്. ആ സമയത്ത് അവിടെ ഒരു ചേട്ടൻ അവിടെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. മീനെ കിട്ടിയോന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല. കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞങ്ങളങ്ങോട്ട് ഇറങ്ങി അവിടെ നിന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.